Good morning, students. Another question. If theta is the angle between the line x by 1 is equal to y plus 1 by 2, z minus 1 by 3, and x plus 1 by 3 is equal to y by 2 equal to z by 1, then cos theta value on കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് line equations തന്നിട്ടുണ്ട്. Given two lines ഏതൊക്കെയാണ് x by 1 equal to y plus 1 by 2, z minus 1 by 3, and x plus 1 by 3, y by 2 equal to z by 1. രണ്ട് lines തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈനിൽ നിന്നും അവയുടെ ഡയറക്ഷൻ റേഷ്യോസ് their direction ratios are 1, 2, 3 and 3, 2. നമുക്ക് ഈ രണ്ട് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ട്. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വെക്ടർ എഴുതാം. വെക്ടർ b1 എന്ന് പറഞ്ഞാൽ i plus 2j plus 3k. ഒരു വെക്ടർ b2 എന്ന് എഴുതാം 3i plus 2j plus വെക്ടർ b1 കിട്ടിയ വെക്ടർ b2 കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട cos തീറ്റയാണ്. അപ്പോൾ ഇത് ചെയ്താൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. വെക്ടർ b1 ഡോട്ട് വെക്ടർ b2 എന്താണ് ഫോർമുല? മോഡുലസ് ഓഫ് b1 മോഡുലസ് ഓഫ് b2 cos തീറ്റ. അപ്പോൾ cos തീറ്റ എന്ന് പറയുന്നത് എന്താണ്? b1 ഡോട്ട് b2 divided by മോഡുലസ് ഓഫ് b1 മോഡുലസ് ഓഫ് b2. ഈ b1 എന്ന വെക്ടറും b2 എന്ന വെക്ടറും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്? 3 വരും, then 2 4 വരും, 3 into 1 plus 3. താഴെ നമുക്ക് എന്ത് വരും? മോഡുലസ് ഓഫ് b1. മോഡുലസ് ഓഫ് b1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അവിടെ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നമുക്ക് കിട്ടുന്ന ആൻസർ 6 3 7 3 10 ഡിവൈഡ് ബൈ ഇവിടെ 3 9 3 13 14 റൂട്ട് 14 9 3 9 4 13 13 റൂട്ട് 14. അപ്പോൾ 10/14 എന്നുള്ള നമുക്ക് എന്ത് എഴുതാം? 40 ചെയ്ത് 5/7 എഴുതാം. അപ്പോൾ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈനിൽ നിന്ന് നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചു. ആ ഡയറക്ഷൻ റേഷ്യോസ് ഉപയോഗിച്ച് വെക്ടർ b1 വെക്ടർ b2 കണ്ടുപിടിച്ചു. വെക്ടർ b1 വെക്ടർ b2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയുണ്ട് ഡോട്ട് പ്രൊഡക്റ്റിന്റെ. b1 ഡോട്ട് b2 ഈക്വൽ മോഡുലസ് ഓഫ് b1 മോഡുലസ് ഓഫ് b2 cos തീറ്റ. അതിൽ നിന്ന് cos തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. cos തീറ്റയുടെ വാല്യൂ എന്താണ്? 5/7. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് the distance from the point 2 to 2 to the plane 2x minus y plus 3z is equal to 5 is equal to option 3 root 7 divided by 2, option B root 3 by 2, 3 root 14 by 7, D 3 root 14 by 14 E root 3 divided by distance ആണ് കണ്ടുപിടിക്കുന്നത്. distance from the point. The distance from the point 2 to the plane 2x minus y plus 3z is equal to 5 is equal to 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് ax1 plus by1 plus cz1 plus d divided by root of a square plus b square plus c square. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. ഇതിൽ നമുക്ക് x1 y1 z1 എന്താണ്? x1 y1 z1 എന്ന് പറയുന്നത് 2 2 2. ഇനി ഇതിലെ ABC എന്ന് പറയുന്നത് എന്താണ്? ABC എന്ന് പറയുന്നത് A is equal to 2, B is equal to -1, C is equal to
ഒരു ഡയറക്ഷൻ റേഷ്യസ് ആണ്. A is equal to 2, B is equal to -1 and C is equal to -3. ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? x equal to modulus of A എന്ന് പറഞ്ഞാൽ 2 into x1 എന്ന് പറഞ്ഞാൽ എന്താണ് 2 പ്ലസ് B എന്ന് പറഞ്ഞാൽ എത്രയാണ് -1 into 2 പ്ലസ് C എന്ന് പറഞ്ഞാൽ എത്രയാണ് C is equal to 3 into Z1 എന്ന് പറഞ്ഞാൽ എത്രയാണ് Z1 2 പ്ലസ് D എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ 5 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. 5 ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ -5. നമ്മൾ കമ്പയർ ചെയ്യുന്നത് AX plus BY plus CZ plus D is equal to 0. ഇതായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 5 എന്നുള്ളത് D എന്നുള്ളത് -5 divided by root of 4 plus 1 plus 9. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. Modulus of 4 -2 plus 6 -5 divided by 5 root of 14. That is numerator 6 4 10 5 വരും. അപ്പൊ നമുക്ക് 6 4 10 10 5 വരും. അപ്പൊ ന്യൂമറേറ്ററിൽ കിട്ടുന്ന സംഖ്യ എത്രയാണ്? ന്യൂമറേറ്ററിൽ കിട്ടുന്ന സംഖ്യ 6 4 10 5 7 അപ്പൊ 3 അപ്പൊ 3/√14 3/√14 അങ്ങനെ ഒരു വാല്യൂ ഉണ്ട് അതില്. 3/14 എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √14 കൊണ്ട് ഗുണിക്കാം. 3 into √14/√14 into √14. അപ്പൊ അങ്ങനെ ഗുണിച്ച് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 3√14 divided by 14. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ 3√14/14 ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല മോഡുലസ് ഓഫ് AX1 plus BY1 plus CZ1 plus D divided by root of A² plus B² plus C². ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ x1 y1 z1 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 2. അപ്പൊ പോയിന്റ് ഇനി ABC എന്ന് പറഞ്ഞ എന്താണ്? ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മുടെ ഡയറക്ഷൻ ഇവിടെ x ന്റെ കോഎഫിഷ്യന്റ് y യുടെ കോഎഫിഷ്യന്റ് z ന്റെ കോഎഫിഷ്യന്റ്. x ന്റെ കോഎഫിഷ്യന്റ് 2 y യുടെ കോഎഫിഷ്യന്റ് -1 z ന്റെ കോഎഫിഷ്യന്റ് 3 c എന്നുള്ളത് -3. അപ്പൊ എയും ബിയും സിയും കിട്ടി. ഇനി നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫോർമുല എന്താണ്? മോഡുലസ് ഓഫ് AX1 plus BY1 plus CZ1 plus D divided by root of A² plus B² plus C² ആണ്. അപ്പൊ എക്കും ബിക്കും സിക്കും ഡിക്കും ഒക്കെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഡി എന്ന് പറയാൻ എത്രയാണ്? -5 ആണ്. കാരണം നമ്മൾ കമ്പയർ ചെയ്യുന്നത് AX plus BY plus CZ plus D is equal to 0 ആണ്. അപ്പൊ 5 നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ -5 ആവും. എന്നിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ കിട്ടും. ന്യൂമറേറ്ററിൽ കിട്ടും ഡിനോമിനേറ്റർ √14. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ √14 ഗുണിച്ചു. അപ്പൊ ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? 3 into √14 divided by 14. അപ്പൊ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. നോട്ട് ചെയ്തെടുത്തോളൂ.